ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കല്ലുമ്മക്കായ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ കിട്ടുന്ന കല്ലുമ്മക്കായ അപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പുഴുക്കലരിയും അരക്കപ്പ് തേങ്ങയും പിന്നെ വലിയ ജീരകം കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു അരക്കഷ്ണം സവാളയും കൂടി എടുത്തിട്ടുണ്ട്. പുഴുക്കലരി ഒരു 6 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇതിൻ്റെ തോടൊക്കെ നന്നായി വൃത്തിയാക്കണം. കല്ലുമ്മക്കായെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കത്തി വെച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കണം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കല്ലുമ്മക്കായൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നാലേ കല്ലുമ്മക്കായൻ്റെ നല്ല ഷേപ്പ് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിറച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു സ്റ്റീമറിലേക്കാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. കല്ലുമ്മക്കായ മുഴുവൻ നിറച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു സ്റ്റീമറിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മസാല ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കല്ലുമ്മക്കായ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടാറുന്ന സമയത്ത് നമുക്കിതിൻ്റെ തോടൊക്കെ കളയാം. അപ്പോൾ തോടൊക്കെ മാറ്റിയിട്ട് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡിലും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.